പറ്റി ചാണ്ടി ചേട്ടാ? എന്നാ പറയാനാ, എന്റെ മോൻ ഔസേപ്പില്ലേ, അവനെ ഇന്നലെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. അവനെ അവിടെ നിന്ന് ഇറക്കാൻ എന്താ ഒരു വഴി ആലോചിക്കുക. പോലീസില് പിടിപാടിൽ ആരെങ്കിലും കൊണ്ട് പറയിച്ചാ മതി ചേട്ടാ. എനിക്കും അത് തോന്നിയതാ. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് പറയിച്ചാലോ? അതിനിപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് എന്തിനാ? ഇപ്പോഴത്തെ എസ്ഐയെ നമ്മുടെ ചേട്ടന്റെ അമ്മാവന്റെ മകനാ. ചേട്ടനെയും കൂട്ടിപ്പോയാ അപ്പൊ തന്നെ കാര്യം നടത്തി വരാം. എന്നാ നിങ്ങളും കൂടി വന്ന് ചേട്ടനോടൊന്ന് പറ, എന്നെ ഒന്ന് സഹായിക്കാൻ. അത് ഞങ്ങൾ ഏറ്റു. ചേട്ടൻ ധൈര്യമായിട്ട് വാ. കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ ചേട്ടാ, കാറൊന്നുമില്ല ചേട്ടാ. അങ്ങേരൊരു പാവമാ. എന്ന് പറഞ്ഞാ പ്രയാസമാ. കാറില്ലാതെ പറ്റത്തില്ല. കാറിലല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുതെന്നാ ഡാക്ടർ പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ, ഇത് ഉപേക്ഷിക്കരുത്. ചേട്ടൻ പറഞ്ഞ എസ്ഐ എന്ത് വേണേലും ചെയ്യുമെന്നാ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് നടന്ന നാട്ടില് ചേട്ടന്റെ വില എന്തായിരിക്കുമെന്ന് അറിയാവോ? നല്ലൊരു കാര്യത്തിനല്ലേ വന്നേക്കാം. എടിയേ, എന്റെ ആ കുപ്പായം ഇങ്ങോട്ടേടെ. ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകുക. ഇങ്ങനെ സ്വന്തക്കാരനാന്നും പറഞ്ഞ് എപ്പോഴും ചെന്ന് ഉപദ്രവിക്കുന്നത് അങ്ങേർക്ക് ഇഷ്ടപ്പെടുകയല്ല കേട്ടോ, പറഞ്ഞേക്കാം. നീ പോടി. ഞാൻ ചെറുപ്പത്തിൽ എടുത്തോണ്ട് നടന്നിട്ടുള്ളതാ. പോരെങ്കി അവന്റെ കെട്ടിയോളുമായിട്ട് 2 വഴിയിലാ എനിക്ക് സംബന്ധം. അവളെ എന്നെ അച്ചായാന്നാ വിളിക്കുന്നത്, അറിയാമോ? അവനിവിടെ ഉണ്ട്. കഥക് തുറന്നാ കിടക്കുന്നത്. താൻ പാടോ അകത്തേക്ക്. ഇരിയടോ, ഇതെന്റെ സ്വന്തം വീട് പോലെ തന്നെയാ. വലിയ എസ്ഐ ഒക്കെ ആണെങ്കിലും ഞാനൊന്ന് അമർത്തി നോക്കിയ അവൻ മൂത്രം ഒഴിക്കും. തനിക്ക് സിഗരറ്റ് വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് വലിച്ചോ, ഇരുന്ന് വലിയടോ. അവനെ കണ്ടില്ലല്ലോ. എടി പെണ്ണേ, അവൻ എന്തിയാടി? എന്നെ വിളിക്കണ റാസ്കൽ. അയ്യോ, എന്റെ ഭാര്യയെ എടിയെന്ന് വിളിക്കണ. അയ്യോ അയ്യോ അയ്യോ, എനിക്കൊന്നും അറിഞ്ഞുകൂടായി. ചീട്ട് കളിക്കാരെ ചേട്ടനെ നോക്കിയിരിക്കുന്നു. ചേട്ടൻ പോണില്ലേ? ഒന്ന് മുങ്ങാൻ എന്നതാടാ ഒരു വഴി. മുങ്ങിക്കപ്പല് കൊണ്ടുവരട്ടെ? നാണമില്ലല്ലോ ഇങ്ങനെ പറയാൻ. ചേട്ടത്തി ആരോടാ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്നേ? ഒന്ന് നോക്കിക്കേ. ഈ തക്കത്തിന് ചാടിയാലോടാ. എന്താടാ നിന്റെ വായില്? ബോബന് പല്ലുവേദനയാ. അത് നീരാ. നീരോ? ഇത്രയും നേരം ഇല്ലായിരുന്നല്ലോടാ. ഞങ്ങൾക്ക് അങ്ങനാ. പെട്ടെന്ന് നീര് വരും, പെട്ടെന്ന് പോവുകയും ചെയ്യും. ചേട്ടാ, എനിക്കൊരു ഐഡിയ. ഞാൻ പുറത്തു പോയി ഇങ്ങോട്ട് ഫോൺ ചെയ്യാം. ഹലോ, അവറാച്ചനോ? ഏതവറാച്ചൻ? ആ തടിക്കാരൻ അവറാച്ചനോ? എന്നാ ഉണ്ട് അവറാച്ച വിശേഷം? മോന്റെ കല്യാണക്കാരിയോ? ഓ, അതിനിപ്പോ എന്റെ ആവശ്യമുണ്ടോ? ഓ, നമ്മളെയൊക്കെ ശരി ശരി. അവറാച്ചന് നിർബന്ധമാണെങ്കിൽ ഉടനെ എത്തണമെന്നോ? ശരി ശരി, എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ. എടി, തടിക്കാരൻ അവറാച്ചനാ വിളിച്ചേ. നിന്റെ അനിയത്തിക്കൊരു കല്യാണക്കാര്യത്തിനാ. തടിക്കാരൻ അവറാച്ചനോ? അയാള് വലിയ കാശുകാരനല്ലയോ? കർത്താവേ, നടന്നു കിട്ടിയാ മതിയായിരുന്നു. നിങ്ങളൊന്ന് വേഗം ചെന്നേ. ഞാനൊരു മണ്ടം കളി കളിച്ചു എന്ന് മാത്രം പറഞ്ഞാ മതി. അത് മണ്ടത്തരമായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. 1ാം ചരമവാർഷികം. തടിക്കാരൻ അവറാച്ചൻ. അപ്പൊ തടിക്കാരൻ അവറാച്ചൻ വിളിച്ചെന്നല്ലയോ അങ്ങേര് പറഞ്ഞത്?
അയ്യോ ഓടിക്കോ. അയ്യോ ചേട്ടത്തി ഇതെങ്ങനെ അറിഞ്ഞു? അയ്യോ. എന്താ ബാബ ആലോചിച്ചിരിക്കുന്നേ? എടി നമുക്കും കൂടി റിഡക്ഷൻ വിൽപ്പന തുടങ്ങിയാലോ? അത് നല്ല പരിപാടിയാ. നമ്മുടെ തട്ടിൻപുറത്ത് കുറെ പഴയ സാധനങ്ങൾ കിടപ്പുണ്ട്. നമുക്കതെടുത്ത് വിൽപ്പന നടത്താം. കുറെ സാധനങ്ങളുണ്ട്, എല്ലാം കേടായ സാധനങ്ങളാ. ഏതാ ഇപ്പൊ എടുക്കുക? ഈ ബാഗ് ആയാലോ? ഇത് കണ്ട പുത്തൻ മാതിരിയുണ്ട്. പക്ഷെ ഇതിന്റെ മൂടും ചവിടും എല്ലാം പറഞ്ഞു കിടക്കുവാ. മുറിഞ്ഞതും പറഞ്ഞതുമൊക്കെ ഒട്ടിക്കാനാ പശ. ദേ, ഈ പശ വെച്ച് നമ്മൾ ഈ ബാഗ് അടിപൊളിയാക്കും. ഉഗ്രൻ ഐഡിയ. ഈ ബാഗ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നല്ലോണം ഒന്ന് കഴുകിയാൽ പുത്തൻ മാതിരിയാകും. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് തയ്യാറാക്കിയ ടെക്നോ ബാഗ്. അമേരിക്കയിലെ കോടീശ്വരന്മാർ മാത്രം ഉപയോഗിച്ചിരുന്ന ടെക്നോ ബാഗ് ഇപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാർക്കും ലഭിക്കുന്നു. ആർക്കും വാങ്ങാം, ആർക്കും വാങ്ങാം. വമ്പിച്ച റിഡക്ഷൻ സെയിൽസ്. ഇപ്പോൾ ഈ ബാഗ് വാങ്ങുന്നവർക്ക് വെറും 50 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. അതെ, 50% കിഴിവ്. അത്രേ കഴിഞ്ഞിട്ടുള്ളോ? നിങ്ങൾ എന്നാ പറ്റിപ്പാന്നോടാ? ഇത്രയും വില കുറച്ചു കൊടുക്കുന്നത് എന്നാത്തിനാ? പറ്റിപ്പോ? ഒരിക്കലുമില്ല അമ്മാവ. അടുത്ത മാസം മുതൽ ഞങ്ങളുടെ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവാ. അതിന്റെ പ്രചരണത്തിനാ ഈ റിഡക്ഷൻ സെയിൽസ്. ഇനി ഈ ഒരു ബാഗ് കൂടി മാത്രമേ വിൽക്കാൻ ബാക്കിയുള്ളൂ. ആർക്കും വാങ്ങാം, ആർക്കും വാങ്ങാം. വില വെറും 50 രൂപ മാത്രം. എന്നാ ആ ബാഗ് ഇങ്ങതാ. ലോകത്തെ വിലയില്ലാത്തതായി ഒരു വസ്തുവുമില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ? കിട്ടാൻ പ്രയാസമാണെന്ന് കണ്ട ചെളിയാണേലും പറയുന്ന വില കൊടുത്ത ആൾക്കാര് വാങ്ങിച്ചോളും. ബോബാ, എടാ ബോബാ, ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എന്നാ പറ്റിപ്പാടാ നീ എന്നോട് കാണിച്ച? ഒറ്റ ദിവസം കഴിഞ്ഞപ്പോ തന്നെ ബാഗിന്റെ മൂട് പറഞ്ഞു പോകും. ഒരു അമേരിക്കൻ ബാഗ്. നിന്നെ ഇന്ന് ഞാൻ സമാധാനമായിരിക്കാം മാവ. നമ്മൾ ആ ബാഗ് ഒന്ന് പരിശോധിക്കട്ടെ, പരിഹാരമുണ്ടാക്കാം. അങ്ങനെ അങ്ങോട്ട് മൂടുകീറാൻ വഴിയില്ലല്ലോ. ആട്ടെ, ഇതിനകത്ത് എന്തെങ്കിലും സാധനം വെക്കുകയോ എടുക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ? ഒരു ചെറിയ മുണ്ട് ഷർട്ട് മാത്രമേ വെച്ചോളൂ. അപ്പൊ തന്നെ ഈ പടുതിയായി. അപ്പൊ ചുമ്മാതല്ല മൂട് പോയത്. ഇതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുത്തിത്തിരികിയ പിന്നെ മൂട് പോകാതെ എങ്ങനാ? ഇതിൽ എയർ ബാഗ് എന്ന് എഴുതിയേക്കുന്നത് കണ്ടില്ലേ അമ്മാവാ?